നായകനൊരു സൂപ്പർ കോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പൈ ആയിട്ടുള്ള ഈ കഥാഗതിയിൽ വരുന്ന സിനിമകളുണ്ടല്ലോ. ഈ സിനിമകളിലെ സിറ്റുവേഷൻസ്, നായകന്റെ ഹീറോയിസം, ഇതിനെല്ലാം പരമാവധി മോക്ക് ചെയ്ത് ഏതൊക്കെ രീതിയിൽ കളിയാക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള ഒരു സ്പൂഫ്, ഒരു പാരഡി പടമാണ് ഈ നേക്കഡ് ഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നേക്കഡ് ഗൺ ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രേക്ഷക സ്വീകാര്യതയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ 3 പാർട്ടായിരുന്നു, ഒരു ട്രിളജി എന്നുള്ള രീതിയിലായിരുന്നു നേക്കഡ് ഗൺ ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം 30 വർഷങ്ങളായി തോന്നുന്നു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ നേക്കഡ് ഗൺ സിനിമ വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പുതുമ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഓൾറെഡി ടീസർ ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും. ലാം നീസൺ ഇതുപോലുള്ള ഒരുപാട് സിനിമകളിലെ ഹീറോ ആയിരുന്നു, ഞാൻ മേൽ പറഞ്ഞ സിനിമകളിലേക്ക്. അപ്പോൾ ആ ഹീറോ ആയിട്ട് അഭിനയിച്ച ഒരാൾ ഇതിനകത്ത് നേക്കഡ് ഗണ്ണിൽ 4ാമത്തെ പാർട്ടിൽ അതിനകത്ത് ഹീറോ ആയിട്ട് വരുന്നു എന്നുള്ളതായിരുന്നു ഇതിന്റെ പുതുമ. പക്ഷെ ആ പുതുമ ഇതുകൊണ്ട് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു നിരാശയാണ് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മളെ ടീസറിൽ കണ്ട പോലെ തന്നെ ഒരു ബാങ്ക് കോള നടക്കുന്നു. അപ്പോൾ അതിൽ നായകൻ വരുന്നു, നായകൻ തോക്ക് കടിച്ചിരുന്നു, ബുള്ളറ്റ് തുപ്പിക്കളയുന്നു. ഈ രീതിയിലേക്കുള്ള ഒരു ഹീറോയിസം ആ രീതിയിലൊക്കെ മോക്ക് ചെയ്ത്, പിന്നെ പോലീസ് സ്ക്വാഡിന്റെ ആളാണല്ലോ. അപ്പോൾ പോലീസ് സ്ക്വാഡിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണം, ഒരാളുടെ മരണം അന്വേഷിക്കാൻ വേണ്ടി. ആക്ച്വലി ഈ സിനിമയ്ക്ക് കഥയായിട്ടൊരു ബന്ധമില്ല. ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും എന്തൊക്കെയാണോ ഈ ഹീറോയ്ക്ക് ആയിട്ട് കാണിച്ചു കൂട്ടുന്നത് അതിനെയൊക്കെ പരമാവധി മോക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ. ഈ സിനിമയും ഈ സിനിമയുടെ കഥയും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. അതാണ് അതിന്റെ സത്യം. അപ്പൊ ഇവർ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്, നമ്മളിപ്പോ ഇതുപോലുള്ള ഈ പോലീസ് സ്ക്വാഡ് ബേസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ എല്ലാവരുടെയും ഒരു കോഫി കപ്പ് കാണും. ആ കോഫി കപ്പ് കൊണ്ട് മിക്കപ്പോഴും ഇവർ സംസാരിക്കുമ്പോഴെല്ലാം കപ്പ് കയ്യിൽ കാണും. അപ്പൊ അതിന് ഇവര് നല്ല രീതിയിൽ 2-3 സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഒരു കപ്പ് കൊടുക്കുന്നത്, പിന്നെ പറന്നു പോകുമ്പോൾ ഈ കോഫി കപ്പ് കയ്യിലിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഹിലേരിയസ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഈ പടത്തിലുണ്ട്. പിന്നെ സ്ലാപ്സ്റ്റിക് ആയിട്ടും പിന്നെ ഡയലോഗ്സിലൂടെയും, ഈ ഡയലോഗ്സിലൂടെയുള്ള ഒരു കോമിക് സംഭവം എന്ന് പറയുന്നത്, ഇതിനകത്ത് നായകനും വില്ലനും, ഈ ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ കാണൂല്ലേ, നായകനും വില്ലനും അങ്ങോട്ട് സംസാരിക്കുന്നത്, പിന്നെ പരസ്പരം വെല്ലുവിളിക്കുന്നത്. അപ്പൊ അതിനകത്ത് നായകനും വില്ലനും പരസ്പരം സംസാരിക്കുന്നതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുള്ള ഹിലേരിയസ് മൊമെന്റ്സ് വന്നു പോകുന്നുണ്ട്. പിന്നെ CCTV ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്ന പോലുള്ള സ്കിപ്പ് ആഡ് നമ്പർ 2, സ്കിപ്പ് ആഡ് നമ്പർ 5 അതുപോലെയൊക്കെ വരുന്നത്. പിന്നെ നായകൻ ഫൈറ്റ് ചെയ്യാൻ നേരത്ത്, നായകൻ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഒന്ന് ഫൈറ്റ് ചെയ്യാണ്, വില്ലന്മാരെല്ലാം വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കാൻ നേരത്ത് നമ്മുടെ ഈ ബർഗർ കിങ്ങിലും മക്ഡൊണാൾഡ്സിലൊക്കെ കാണുന്ന പോലെ നൗ സെർവിങ് നമ്പർ 42, 43, 44 ആ രീതിയിലൊക്കെ കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് രസമുള്ള സംഗതികളൊക്കെ ഈ പടം ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നായകനും നായികയും തമ്മിലുള്ള ഒരു സ്റ്റീമി ഹോട്ട് സീൻ എന്നുള്ള രീതിയിലൊരു സംഭവം വരുന്നു. പക്ഷെ അത് വേറെ രീതിയിൽ മാറുന്നത്, പിന്നെ നമ്മൾ നമ്മുടെ മലയാള സിനിമകളിൽ അടക്കം കണ്ടിട്ടുള്ള പോലെ തന്നെ വേറൊരു സംഗതി, ഒരു പാരഡി ആയിട്ടുള്ള ദിലീപിന്റെ പടങ്ങളിൽ ചില അതുപോലുള്ള നമുക്ക് ആ ഒരു ദിലീപിന്റെ പടമായിരിക്കും ഓർമ്മ വരുന്നത്. സിനിമ ടു കൺട്രീസിലുള്ള പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ സിനിമയിലും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 3, 4, 5 സംഭവങ്ങൾ, ഈ വിരലിലുണ്ടാവുന്ന കുറച്ച് സംഭവങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ക്രിയേറ്റീവായിട്ട് ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്, ഇപ്പൊ തമിഴ് പടം പോലുള്ള പടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലും ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിൽ സ്പൂഫ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പാരഡി കാണിക്കുന്നുണ്ട്. ഈ പാരഡി അല്ലെങ്കിൽ സ്പൂഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി വേണം. ആ ക്രിയേറ്റിവിറ്റി ഈ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ 5-6 സീനുകൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇതില് ഒരു ബാറിൽ വെച്ച് നായകന്റെ അടുത്ത് ഒരു ബാർടെൻഡർ പറയുന്നുണ്ട്, എന്റെ ചേട്ടനെ താനാണ് വെടിവെച്ച് വന്നതെന്ന് പറയുമ്പോൾ ആ സമയത്ത് വരുന്ന ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, ഒരു റേസിസം കൈൻഡ് ഓഫ് ഒരു സംഭവം വരുന്നുണ്ട് അവിടെ. ആക്ച്വലി ആ ഒരു കാര്യം മാത്രമാണ് ഒരു ക്രിയേറ്റീവായിട്ട്, ഒരു പൊളിറ്റിക്കലി ഉള്ള ഒരു കൈൻഡ് ഓഫ് ജോക്കാണത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഹ്യൂമർ കൈൻഡ് ഓഫ് സംഭവം ആണെങ്കിൽ പോലും അതൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട് ആ കാര്യത്തിൽ. അതല്ലാതെ വേറെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നമ്മളെ ഈ ചില ബ്ലാക്ക് കോമഡീസ് ഉണ്ട്, നമ്മൾ നല്ല രീതിയിൽ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാവും. ഈ ഒരു സംഭവം അല്ലാതെ ഈ സിനിമയിൽ വേറെ കാര്യമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒന്നും തന്നെ കണ്ടില്ല. അപ്പോൾ മേ ബി ഈ സിനിമയ്ക്ക് ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ്. ഈ നേക്കഡ് ഗൺ എന്നുള്ള ഒരു ലെഗസി ഉണ്ടല്ലോ, ആ ലെഗസിയുടെ ബേസിൽ വന്നതായിരിക്കാം ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഇത്രയും നല്ല അഭിപ്രായം. എനിക്ക് കണ്ടപ്പോൾ ഈ 5-6 സീനുകളിലുള്ള ഒരു ഹിലേരിയസ് ആയിട്ടുള്ള ആ മൊമെന്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കാര്യമായിട്ട് എനിക്ക് ഇംപ്രസ് ആയിട്ടില്ല. എനിക്കൊരു ബിലോ ആവറേജ് വാച്ച് ആയിരുന്നു. PVR പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് കണ്ടുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആക്ച്വലി ഇതിന് കിട്ടുന്ന റിവ്യൂസ് പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലല്ല, ഇതിലും കുറച്ചൊരു ബെറ്റർ പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മൾ ഡിസേർവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫീലാണ് എനിക്ക്.